ഒരു പഴയ തലമുറയുടെ ഗതകാല സ്മൃതികൾക്ക് നിറം പകരുന്ന ഒരു വാക്കാണ് റേഡിയോ. ആധുനികതയുടെ വർണ്ണശബളിമയിൽ കാലിടറിയെങ്കിലും നിത്യവും ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ആ റേഡിയോ ഇന്നും നമ്മുടെ മനസ്സുകളിലുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളുടെ തീവ്രാനുരാഗമാണ് പലരെയും റേഡിയോ പ്രേമിയാക്കിയത്. വർഷങ്ങൾക്ക് മുമ്പ് ടിവിയും ടേപ്പ് റെക്കോർഡറും ഇല്ലാത്ത കാലത്ത് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ ഏക ആശ്രയം റേഡിയോ മാത്രമായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള റേഡിയോ സിലോൺ പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങൾ ഇന്നും പഴയ തലമുറയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഒരു കാലത്ത് വാൾവ് റേഡിയോ ഉപയോഗിക്കണമെങ്കിൽ സർക്കാരിൽ നിന്നുള്ള ലൈസൻസ് ആവശ്യമായിരുന്നു. ഓരോ വർഷവും പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഈ ലൈസൻസ് പുതുക്കണമായിരുന്നു. ലോക റേഡിയോ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ജവഹർ ബാലഭവനിൽ നടന്ന പഴയ റേഡിയോകളുടെയും ഗ്രാമഫോൺ റെക്കോർഡറുകളുടെയും ഹാം റേഡിയോ ഉപകരണങ്ങളുടെയും പഴയ കേസറ്റുകളുടെയും പഴയ ഫോണുകളുടെയും പ്രദർശനം നടന്നു. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജവഹർ ബാലഭവനിലെ ആക്റ്റീവ് അമച്ചർ ഹാം റേഡിയോ സൊസൈറ്റി ഇത്തരത്തിലൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. ഇത് നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് മുമ്പുള്ള തലമുറകളിൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും ഇന്നത്തെ അത്യാധുനിക കാലഘട്ടത്തിലുള്ള ഉപകരണങ്ങൾ വരെ ഇവിടെ പ്രദർശനത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ മുമ്പ് ഇന്ന് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന സൈക്കിൾ അല്ലെങ്കിൽ റേഡിയോ, ഇതിനൊക്കെ പണ്ട് കാലങ്ങളിൽ ലൈസൻസ് ആവശ്യമായിരുന്നു. അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ലൈസൻസുകളുടെ പ്രദർശനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ഹാം റേഡിയോ സൊസൈറ്റി ഇത് സംഘടിപ്പിക്കുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഏറ്റവും അറിവുള്ള ദുരന്ത സമയങ്ങളിൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു കാണും. എല്ലാ ആശയവിനിമയങ്ങളും കമ്മ്യൂണിക്കേഷനും നിശ്ചലമാകുമ്പോഴും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഹാം റേഡിയോ. ഹാം റേഡിയോയുടെ സഹകരണത്തോടു കൂടിയും സഹായത്തോടു കൂടിയാണ് അന്നത്തെ ആ സ്ത്രീയെ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്ന ഇതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ടതും ഇതിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ അറിവ് ആവശ്യമാകേണ്ട അനിവാര്യമാണ് എന്നുള്ളതും കൂടെയാണ് ഈ എക്സിബിഷൻ്റെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. ഇത് സ്കൂൾ തലത്തിലെ കുട്ടികൾ മുതൽ കോളേജ് തലത്തിലെ കുട്ടികൾ മുതൽ കുടുംബമായിട്ട് വരെ ഇന്ന് ഈ പ്രദർശനം കാണാൻ ആൾക്കാർ എത്തിയിരുന്നു. ഇത് വളരെ ഇൻഫോർമേറ്റീവാണ്. സ്കൂൾ റെക്കോർഡർ, ഗ്രാമഫോൺ, റേഡിയോ, റേഡിയോ ടേപ്പ് റെക്കോർഡർ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും അതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചുള്ള വ്യത്യസ്തമായ സാധനങ്ങൾ. ഗ്രഹാം ബെല്ലിൻ്റെ കാലത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന ടെലഫോൺ, വിവിധ തരത്തിലുള്ള ടെലഫോണുകൾ, പിന്നെ അതേ കണക്ക് തന്നെ ഹാമുകൾ ഉപയോഗിക്കുന്ന വയർലെസ് സെറ്റ് സംവിധാനങ്ങൾ, ഹാം സ്റ്റേഷൻ, അങ്ങനെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് കാണുമ്പോൾ വളരെ കൗതുകകരവും വളരെ ഇൻഫോർമേറ്റീവുമാണ് ഈ ഒരു എക്സിബിഷൻ. ജനങ്ങളിലേക്ക് അറിവ് പകരുന്നതിന് വേണ്ടി ഉള്ള ഒരു കാര്യമായിട്ട് വരും കാലങ്ങളിലും ഈ എക്സിബിഷൻ വളരെ സജീവമായിട്ട് ഉണ്ടാകുന്നതാണ്.